രവി സാർ. കുമാർ സാർ ഒന്ന് എഴുന്നേക്ക്. എഴുന്നേക്ക് സാർ. സാർ ഞാൻ ടിക്കറ്റ് എടുത്ത ഇവൻ ടിക്കറ്റ് എടുത്ത ഒന്ന് എഴുന്നേക്ക്. സാറുമാരൊന്ന് എഴുന്നേക്ക്. മണിതേ ഒന്ന് ശല്യപ്പെടുത്താതെ രവി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഷേവ് ചെയ്യുമ്പം നല്ല വെടിപ്പാട്ടി ഷേവ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ അയ്യോ ഓക്കെ. എന്നെ ബാർബർ ആക്കിയോടാ. ഇങ്ങോട്ട് പെട്ടെന്ന് നടക്കടി. എടി ഇത് വിമൻസ് ഹോസ്റ്റൽ അല്ല. അയ്യോടാ അതാണോ നിന്റെ പേടി? എന്നാലേ അങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കളഞ്ഞു പോടി. ശ്യാമേ എന്തൊക്കെയുണ്ട്? എന്താടാ സാറുമാരിതുവരെ എണീറ്റില്ലേ? ഒരു രക്ഷയില്ല, ഞങ്ങള് കുഴഞ്ഞു. എന്തൊരു കൂർക്കം വലിയ ജനറേറ്റർ പോലും തോറ്റു പോകും. ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിയിട്ട് ഇവരല്ലേ അത് അടിച്ചു തീർത്തത്. പിന്നെങ്ങനെ തല പൊങ്ങും? സോണിയ, ഇവരെ ഉണർത്താൻ നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. നമ്മുടെ സ്കിറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ഒരു സാധനം ഉണ്ട്. വോളിയം കൂട്ടി അതങ്ങോട്ട് പ്ലേ ചെയ്താലോ? സ്റ്റേഷനെത്തി. നീ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടാ. നീ ഈ കമ്പാർട്ട്മെന്റിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങള് എവിടെയാ? ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാ. അത് ശരി, നിങ്ങളാണല്ലേ ഹോട്ടലിന്റെ ഹോട്ടലല്ല, ഹോസ്റ്റൽ. ഇന്നലത്തെ കെട്ടിയതുവരെ വിട്ടിട്ടില്ല അല്ലേ? എന്നാ അടിയായിരുന്നു. സോറി, ഞങ്ങൾ ഇന്നലെ ഒരുപാട് കഴിച്ചു പോയല്ലേ. തൽക്കാലം നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ചോദിക്കണം സാർ, ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? സർ, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്ന ബുദ്ധിയായിരിക്കും. ഓ, നിങ്ങളുടെ മൈക്കിളിനെ കണ്ടെത്തുന്ന കാര്യം. കുമാർ എന്ത് പറയുന്നു? ഞാൻ കടുപ്പത്ത് 2 ചായക്ക് പറയാം. ചായ തൽക്കാലം ഇപ്പൊ വേണ്ട. വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരൻ എന്തു പറ്റി? ജീവനോടെ ഉണ്ടോ അതോ? പേടിക്കണ്ട, ആ പയ്യൻ ജീവനോടെ ഉണ്ട്. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് സംശയം?